ഹായ് ഗൈസ്, ഇന്ന് സൺഡേ ആണ്. ഞങ്ങൾ മഴ ദിവസമായതുകൊണ്ട് വാൽപ്പാറ പോകുന്നുള്ള പ്ലാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി വെച്ച് ഇനി പോകുന്നത് ഇങ്ങോട്ടാ തൃശ്ശൂർ ജില്ലയിലെ ഏഴാറ്റുമുഖം എന്ന് പറയുന്ന സ്ഥലത്ത്. അതെ, അവിടെ എന്താ പ്രത്യേകത? മഴയത്തൊരു കുളി കുളിക്കുക. അതെ, ഒരുപാടായി എല്ലാവരും വിചാരിക്കുന്നു ഒന്ന് വെള്ളത്തിലിറങ്ങിയാലോ, ഒന്ന് ചാടി കുളിച്ചാലോ. പക്ഷേ ഞങ്ങൾ വാൽപ്പാറ പോയിട്ട് അവിടെ എന്ന് ഒരു പ്രത്യേക സ്ഥലത്തിൻ്റെ പേരുണ്ടായിരുന്നല്ലോ, അവിടെ ഒരു അരുവി ഉണ്ടായിരുന്നു, അവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ നല്ല മഴ കാരണം പോകാനും പേടി ഒരു ഭയം. പക്ഷെ നമ്മളെല്ലാം സേഫ്റ്റി നോക്കിയിട്ടാണ് ഇപ്പോൾ ഏഴാറ്റുമുഖം പോകുന്നത്. അതെ, മഴയുടെ സിറ്റുവേഷനൊക്കെ നോക്കിയിട്ടാണ് പോകുന്നത്, എല്ലാം സേഫ്റ്റി നോക്കിയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അതെ, ഇനി സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആതിരപ്പള്ളിയൂടെ ഒന്ന് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്താ അവസ്ഥ നോക്കട്ടെ. അപ്പോൾ വെൽക്കം ടു ചാന്ദിനി സുരനാഥ് യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ സൺഡേ ഡോക്യുമെൻ്റ് ചെയ്ത ഈ ഒരു വ്ളോഗ് സമയം കൂടുതൽ കാരണം എനിക്കിപ്പോഴാണ് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഈ ബിസി ലൈഫിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട 2 വ്യക്തികളുടെ ജീവിതത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെൻറ്റിൽ ഞങ്ങൾക്ക് ഉണ്ടാവാൻ പറ്റിയില്ല ബിക്കോസ് ഓഫ് ദിസ് ബിസി ഷെഡ്യൂൾസ്. എനിവേയ്സ്, ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ചാലക്കുടി പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന എറണാകുളം ജില്ലയിലെ ഒരു മനോഹരമായ ഗ്രാമത്തിലേക്കാണ്, ഏഴാറ്റുമുഖം. മഴയുടെ ഓരോ ഭാവങ്ങൾ മാറി വരുന്നതിന് മുമ്പായി മഴയൊന്ന് അടുത്തറിയാൻ, മഴയൊന്ന് ആസ്വദിക്കാനാണ് ഇന്നത്തെ ഒരു യാത്ര. എറണാകുളം ജില്ലയിലെ അയ്യമ്പുഴ പഞ്ചായത്തിൽ ചാലക്കുടി പുഴയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം. ടിക്കറ്റെല്ലാം എടുത്ത് അകത്ത് കയറിയപ്പോഴാണ് മനസ്സിലായത് ചാലക്കുടി പുഴയുടെ കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഒരു തടയണ, അതിൻ്റെ ഇരുവശത്തായി നിർമ്മിച്ചിരിക്കുന്ന പാർക്കുമൊക്കെ ഇൻക്ലൂഡ് ചെയ്തുള്ള ഒരു ബ്യൂട്ടിഫുൾ പ്ലേസാണ് ഈ പ്രകൃതി ഗ്രാമം, ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം. ഇവിടുത്തെ വേറൊരു വലിയ അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നിയത് ഏഴാറ്റുമുഖത്തെയും തുമ്പൂർ മുഴിയെയും ബന്ധിപ്പിക്കുന്ന തൂക്കുപാലം തന്നെയാണ്. ഇതൊരു ഇവിടുത്തെ വലിയൊരു അട്രാക്ഷനാണ്. ഞങ്ങൾക്ക് തരാതെ ബജ്ജി കഴിക്കുന്ന. അൺഫോർച്ചുനേറ്റ്ലി ഇന്നത്തെ ഐറ്റിനറി പ്ലാനിങ് ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പായിപ്പോയി. ഈ പ്രകൃതി ഗ്രാമം കാണാൻ വന്നത് ഒരു കുട വെച്ചാണ്. ഇതെന്താ പരിപാടി? മഴയത്ത് ഏഴാറ്റുമുഖം കാണാൻ കോട്ടും കൊടയില്ലാതെ വന്ന ഞങ്ങൾ. ഉപേക്ഷിച്ചല്ലേ? ഇന്നത്തെ യാത്ര ആക്ച്വലി പ്ലാൻഡ് ആയിരുന്നു, പക്ഷേ ഇനഫ് എക്യുപ്മെൻറ്റ്സ് ഇല്ലാത്തത് കൊണ്ട് ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം നമുക്ക് അത്ര കൂടെ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഈ ഒരു യാത്രയിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കി, മഴയത്ത് സൈറ്റ് സീയിങ്ങിന് ഇറങ്ങുമ്പോൾ കുടയും കോട്ടുമായിട്ട് വേണം ഇറങ്ങാൻ. ഏത് ക്യാമറ ഉപയോഗിച്ചാണ് ഈ പ്രകൃതിയുടെ ഭംഗി ക്യാപ്ചർ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അത്രയും മനോഹരമായിരുന്നു പ്രകൃതി. സോ ഇവിടെ നിന്ന് നമ്മൾ വൈൻഡപ്പ് ചെയ്ത് വേറൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. ഐശ്വര്യ അഭിനയിച്ച രാവൺ സിനിമയിലെ സീനുകൾ കൂടുതലും ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഏഴാറ്റുമുഖം ആതിരപ്പള്ളി ഭാഗത്താണെന്ന് പറയപ്പെടുന്നു. അങ്ങനെ ആ സീനുകൾ ഷൂട്ട് ചെയ്ത സ്ഥലം കണ്ടുപിടിച്ചിറങ്ങിയതാണ്. അങ്ങനെ ചെറുതായിട്ടൊന്ന് വീണു.
വീണെങ്കിലും ആ വീഴ്ചയുടെ ആഘാതമൊന്നും വകവയ്ക്കാതെ നമ്മൾ എണീച്ച പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാൻ പോവുകയാണ്. സത്യം പറഞ്ഞാൽ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഫ്ലാഷ് ഓഫ് സെക്കൻഡ്സ് കൊണ്ട് വീഴലും എടുക്കലൊക്കെ ആയതുകൊണ്ട് ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് എന്താ ഉണ്ടായെന്നുള്ളത്. സത്യം പറഞ്ഞാൽ വീഡിയോ കണ്ടപ്പോഴാണ് എന്താ സംഭവിച്ചതെന്ന് എനിക്കും മനസ്സിലായത്. സോ മഴയുടെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പോകുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് പോവരുത്. നമ്മളാണെങ്കിൽ ഈ മഴയുടെ ഭാവങ്ങളെല്ലാം കനക്കുന്നതിന് മുന്നേ ആണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നതെന്ന് മാത്രം. ഒരുപാട് പേര് സ്ഥലം കാണാനും കുളിക്കാനുമായിട്ട് ഇവിടെ ഈ ഭാഗങ്ങളിലായിട്ട് ഇറങ്ങുന്നുണ്ട്. നമ്മൾ മാത്രമല്ല, ഒരുപാട് ഫാമിലീസ് നമ്മളെ ചുറ്റുമായിട്ട് ഉണ്ടായിരുന്നു. ആൻഡ് നാട്ടുകാരോടെല്ലാം ചോദിച്ച് എല്ലാ സേഫ്റ്റി പ്രിക്കോഷൻസും ഒക്കെ നോക്കിയിട്ട് ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു 2 വാക്ക്. അല്ല, ഞാൻ ശ്രദ്ധിക്കാൻ ഞാൻ പറഞ്ഞു. അതെ, ആദ്യം പോയത് ഏഴാറ്റുമുഖം പാർക്ക്, തൂക്കുപാലമൊക്കെ അല്ലേ. പക്ഷെ നമ്മുടെ പ്ലാനിൽ ഒരു ചെറിയ പഴവ് പറ്റിയതുകൊണ്ട് പിന്നെ എക്യുപ്മെന്റ്സ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റും. കാലാവസ്ഥ വ്യതിയാനം മൂലം പ്ലാനുകൾ മാറ്റി. അപ്പോൾ ഇന്ന് അതിരപ്പള്ളി പോകുന്ന വഴിക്ക് നല്ലൊരു സ്പോട്ട് കണ്ടപ്പോൾ അവിടെ ഇറങ്ങി. നല്ല കോൺട്രാസ്റ്റ് ഇല്ല. പതുക്കെ ഇരുന്ന് നോക്ക്. ആൾക്കാർ ഓടിക്കൂടി. ചെറുതായിട്ട് ഞാൻ വീണെങ്കിലും തോറ്റു പിടിക്കില്ല ഞാൻ. അതെ, സിംഗപ്പണ്ണ പിടിച്ചോ പിടിച്ചോ. മഴയത്ത് കുളിക്കാൻ നമുക്ക് പ്രാന്താണോ നമുക്ക് തോന്നും. ഡ്രീം വേൾഡ് അക്വാ തീം പാർക്ക്, സിൽവർ സ്റ്റോം അക്വാ തീം പാർക്ക്, അതിരപ്പള്ളി വാട്ടർഫോൾസ്, അങ്ങനെ മേജറായിട്ടുള്ള അട്രാക്ഷൻസ് എല്ലാം ഈ ഒരു ഭാഗത്താണ്. മഴയത്ത് പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കുക എന്നുള്ള നമ്മൾ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്തതുകൊണ്ട് തൽക്കാലം നമ്മളുടെ ഇന്നത്തെ യാത്ര ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അങ്ങനെ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിനോട് ബൈ ബൈ പറഞ്ഞ് നെക്സ്റ്റ് പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. ഫുഡ് കഴിക്കാൻ ഏകദേശം ഒരു 4:30 ആയിട്ടുണ്ടായിരുന്നു. നിങ്ങളാരെങ്കിലും ബിരിയാണി ഫാൻസ് ഉണ്ടോ? ബാക്കിയുള്ളവരെല്ലാം മന്തി കഴിക്കുമ്പോൾ ബിരിയാണി മാത്രം കഴിക്കുന്ന ഒരാൾ. കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. പിശുക്കിയായ എനിക്ക് വളരെ എക്സ്പെൻസീവായുള്ളൊരു ഹസ്ബൻഡും ചേട്ടനുള്ളതുകൊണ്ട് അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് സിനിമ കാണുക എന്നുള്ളതാണ്. സോ നമ്മൾ വന്നത് നരിവേട്ട മൂവി കാണാൻ വേണ്ടിയിട്ടാണ്, ടോവിനോ തോമസിൻ്റെ, വിച്ച് വാസ് എ വെരി ഗുഡ് മൂവി. സോ ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ്. നമ്മൾ നെക്സ്റ്റ് വീക്കിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇന്നത്തെ ഡിന്നറും കഴിച്ച് ഡേ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അല്ല, നരിവേട്ടനെ കുറിച്ച് എനിക്കിഷ്ടമായി. ആ പ്രൊഫഷണലിസം കാണണം. ഇന്നത്തെ ഡിന്നർ അല്ലേ? 4 മണിക്ക് മന്തി, രാത്രി 10 മണിക്ക്. ഭക്ഷണം കുറച്ച് കഴിക്കാം.